അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. 1973 മുതൽ ഈ ദിനം ലോകവ്യാപകമായി ആചരിച്ചു വരികയാണ്. ലോകത്ത് അനേകം കോടി ഗോളങ്ങളും ഉപഗ്രഹങ്ങളും മറ്റുമുണ്ടായിട്ടും സ്വർഗത്തിൽ നിന്ന് ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാം പുറത്തേക്ക് വന്നപ്പോൾ മനുഷ്യന് വസിക്കാനായി അള്ളാഹു തെരഞ്ഞെടുത്ത ഏക ഗോളം ഭൂമിയാണ്. വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഇതിനെക്കുറിച്ച് പറയുന്നതായിട്ട് കാണാം. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ താമസം ഒരുക്കിയിട്ടുണ്ട്. അതോടുകൂടെ മത്താഉൻ ഇലാ ഹീൻ, ഒരു നിശ്ചിത കാലം വരെ ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളും ഈ ഭൂമിയിൽ അള്ളാഹു തആല ഒരുക്കിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ വാസയോഗ്യമായ ഗോളം ഭൂമിയാണ്. മനുഷ്യജീവിതത്തിന് ഏറ്റവും ആവശ്യമായതാണ് വെള്ളം. എന്നാൽ 71% ജലം നിറഞ്ഞ ഏക ഗോളമുണ്ടെങ്കിൽ അത് ഭൂമി മാത്രമാണ്. വെള്ളം പോലെ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. വെള്ളം പോലെ വളരെ ആവശ്യമാണ് ഓക്സിജൻ. ആവശ്യത്തിന് ഓക്സിജനുള്ള ഗോളവും ഭൂമിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹമായി കനിഞ്ഞു നൽകിയ ഈ ഭൂമിയെ മനോഹരമായി നാം സംരക്ഷിക്കണം, അതിനെ പരിപാലിക്കണം. ഇത് നമ്മുടെ ഒരു ബാധ്യതയും കടമയുമായിട്ടാണ് നാം എല്ലാവരും കാണേണ്ടത്. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ, നന്മ വരുത്തിയ ശേഷം ഈ ഭൂമിയിൽ ഒരിക്കലും നിങ്ങൾ നാശമുണ്ടാക്കരുത്. ഭൂമിയിൽ ഒരു കുഴപ്പമോ ഭൂമിക്ക് കേടുപാടുകളോ അല്ലെങ്കിൽ ഭൂമിയിൽ മറ്റ് നാശങ്ങളോ ഒന്നും നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് പറയുന്നു. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നു, ലഹറൽ ഫസാദു ഫിൽ ബർറി വൽ ബഹരി ബിമാ കസബത്ത് ഐദിൻ നാസ്, മനുഷ്യ കൈകൾ പ്രവർത്തിച്ചതുകൊണ്ട് കരയിലും കടലിലും ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായി എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. അപ്പം അതുകൊണ്ട് നാം ഈ ഭൂമിയെ അതിൻ്റെതായ രൂപത്തിൽ പരിപാലിച്ച് മുന്നേറേണ്ടവരാണ് മനുഷ്യരാകുന്ന നാം എല്ലാവരും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സറഅൻ ഫയഅകുലു മിൻഹു തയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, ഏതൊരു മുസ്ലിമും ഒരു ചെടി നടുമ്പോൾ അല്ലെങ്കിൽ കൃഷി ഇറക്കുമ്പോൾ അതിൽ നിന്ന് ധാരാളം കായ്ക്കനികൾ ഉണ്ടാകുമ്പോൾ ഫയഅകുലു മിൻഹു തയ്റുൻ, പക്ഷികളും ഔ ഇൻസാനുൻ, മനുഷ്യരും ഔ ബഹീമത്തുൻ, മറ്റു മൃഗങ്ങളൊക്കെ അതിൽ നിന്ന് ഭക്ഷിക്കുകയാണ്. ഇല്ലാ കാന ലഹു ബിഹി സദഖ, അതിനൊക്കെ അവൻക്ക് സദഖയുടെ പ്രതിഫലമുണ്ട് എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, ഇദാ ഖാമത്തിസ് സാഅതു വബിയദി അഹദികും ഫസീല ഫഇൻ ഇസ്തതഅ അൻ ലാ തഖൂമ ഹത്താ യഗ്രിസഹ ഫൽയഫ്അൽ. ഖിയാമത്ത് നാൾ അടുക്കുന്ന സമയത്ത്, ഖിയാമത്ത് നാളിൻ്റെ പ്രകമ്പനങ്ങൾ ലോകത്ത് മുഴുവൻ ഇങ്ങനെ സംജാതമായ ആ ഒരു സമയത്ത് അവൻ്റെ കയ്യിൽ ഒരു ഈത്തപ്പനയുടെ തെയ്യുണ്ടെങ്കിൽ അത് നടാൻ സൗകര്യമുണ്ടെങ്കിൽ അത് നടട്ടെ എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഭീതി നിറഞ്ഞ ഘട്ടത്തിൽ പോലും ആ ഒരു ചെടി നടുന്നതിന് ഇത്രയും വലിയ പ്രാധാന്യം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നൽകിയെങ്കിൽ, മറ്റൊരു ഹദീസിൽ കാണാം, മൻ കാനത്ത് ലഹു അർളുൻ ഫൽയസ്റഅഹ, ഭൂമിയുണ്ടെങ്കിൽ അതിലവൻ കൃഷി ചെയ്യട്ടെ, ഔ ലിയുസ്രിഅഹ അഹാഹു, അല്ലെങ്കിൽ തൻ്റെ സഹോദരന് കൃഷി ഇറക്കാനുള്ള സൗകര്യം അവൻ ചെയ്തു കൊടുക്കട്ടെ. അപ്പോൾ സ്വന്തം കൃഷി ചെയ്യാൻ അവൻ്റെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനൊക്കെയാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഗുണകരമായ ഇടപെടലുകൾ നടത്തുകയും നന്മ നിറഞ്ഞ സേവനങ്ങൾ ചെയ്യുകയും പരിസ്ഥിതിക്ക് ഗുണകരമായ നല്ല നല്ല പച്ചപ്പുകളും നല്ല നന്മകളുമൊക്കെ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നാം എല്ലാവരും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.